NMMSC 2024 ക്ലാസ് 8 പാർട്ട് 1 മെൻ്റൽ എബിലിറ്റി മാറ്റ്. ഇതിൽ നമ്മളുടെ 61 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡൈസ് എറിഞ്ഞപ്പോൾ ലഭിച്ച 4 വ്യത്യസ്ത സ്ഥാനങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 6 വരുന്ന സംഖ്യയുടെ വിപരീതമൊത്തുള്ള സംഖ്യ ഏതാണ്? 5 വരുന്നതിന് ഓപ്പോസിറ്റ് ഏതാണ്? 3 വരുന്നതിന് ഓപ്പോസിറ്റ് ഏതാണ്? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ചോദ്യമാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ ഇതിൽ ഒരേപോലത്തെ നമ്പർ വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഈ 4 5 റിപ്പീറ്റ് ചെയ്യുന്നു. ഈ 4 5 ഇവിടെ ഈ 4 5 എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 5 ഈ 4 5 വെട്ടിക്കളഞ്ഞാൽ 3ഉം 2ഉം കിട്ടും. 3ഉം 2ഉം കിട്ടുമ്പോൾ 3ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും 2. അപ്പോൾ 3ൻ്റെ ഓപ്പോസിറ്റ് 2 കിട്ടി. 3ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 2ആണ്. ഇനി നമുക്ക് ഇത് നോക്കി 5ഉം 3ഉം 6ഉം 3ഉം വരുന്നുണ്ട്. ഇവിടെ 6ഉം 3ഉം വരുന്നുണ്ട്. ഇപ്പോൾ ഈ 6ഉം 3ഉം വെട്ടിക്കളയാം, ഈ 6ഉം 3ഉം വെട്ടിക്കളയാം. ഇങ്ങനെ ഒരേപോലെ ഉള്ളതാണ് നമ്മൾ വെട്ടിക്കളയേണ്ടത്. 6ഉം 3ഉം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 6ഉം 3ഉം വെട്ടിക്കളയാം. 6ഉം 3ഉം വെട്ടിക്കളയുന്ന 5ൻ്റെ ഓപ്പോസിറ്റ് എന്ത് കിട്ടും? 1 കിട്ടും. 5ൻ്റെ ഓപ്പോസിറ്റാണ് 1. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും 1 2 3 5 പോയി 6ൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് വരും? 4 വരും. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് കിട്ടും. അതായത് 6 എന്ന സംഖ്യയുടെ വിരുദ്ധമൊത്തുള്ള സംഖ്യ ഏതാണ്? 4ആണ്. 5ൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കണ്ടു. 5ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 1ആണ്. അടുത്തത് 3ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 2ആണ്. അപ്പോൾ ഇങ്ങനെ ഒരേപോലത്തെ വെട്ടിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ 4ഉം 5 വരുന്നു, ഇവിടെ 4 5 വരുന്നു. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ 3ൻ്റെ ഓപ്പോസിറ്റ് 2 ആയിരിക്കും. ഈ 6ഉം 3ഉം വരുന്നു, ഇവിടെ എന്ത് വരുന്നു? 6ഉം 3ഉം വരുന്നു. ഇങ്ങനെ ഒരേപോലത്തെ വെട്ടിക്കളഞ്ഞാൽ 5ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 1 എന്ന് മനസ്സിലാക്കാം. ഇനി ഒരു സമചതുരക്കട്ടയുടെ എല്ലാ മുഖങ്ങളിലും മഞ്ഞ നിറം പെയിന്റ് ചെയ്തു. അതിനുശേഷം ഇതിന് തുല്യ അളവുള്ള 27 ചെറിയ സമചതുരക്കട്ടകളായി മുറിച്ചു എങ്കിൽ ഒരു മുഖം മാത്രം പെയിന്റ് ചെയ്തിട്ടുള്ള എത്ര സമചതുരക്കട്ടകളുണ്ട്? ഇത് നമുക്ക് ഈ സമചതുരക്കട്ടയെ പറ്റിയിട്ട് നമുക്ക് അറിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് പെയിന്റ് അടിക്കുന്നത്. ഇപ്പം 3 മുഖമാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്തുണ്ടാവും? 9 മുഖങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ആകെ ഇതിൽ 27 ചതുരക്കട്ടകളുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് 3 ആയിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ പിന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ ഇവിടെ 3 മുഖവും പെയിന്റ് അടിച്ചത് ഇവിടെ വരിക. 3 മുഖവും പെയിന്റ് അടിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ മുകളിലും മൂലകളിലാണ് വരിക. 3 മുഖം പെയിന്റ് അടിച്ച് എപ്പോൾ എത്രയായിരിക്കും? 8 ആയിരിക്കും. പിന്നെ ഒരു മുഖം പെയിന്റ് അടിച്ചത് 3 മുഖം 2 മുഖം 2 മുഖം പെയിന്റ് അടിച്ചത് എപ്പോഴും എഡ്ജിലാണ് വരിക. അപ്പോൾ ഈ എഡ്ജിൽ ഇവിടെ ഒരു മുഖം ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഈ മുഖം ഇവിടേക്കുള്ള മുഖം പെയിന്റ് അടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എഡ്ജിലാണ് വരിക. അപ്പോൾ എത്ര എഡ്ജ് ഉണ്ട് നോക്കിയാൽ 12 എഡ്ജ് ഉണ്ട്. 12 എഡ്ജിലും സൈഡ് n ആണെങ്കിൽ, ഇതിപ്പോൾ ഒരു സൈഡ് 3 ആണ്, ഇവിടെ സൈഡ് n ആണെങ്കിൽ 12 × n-2 ചെയ്താൽ ഇത് 3 സൈഡ് പെയിന്റ് അടിച്ചത്, ഇത് 2 സൈഡ് പെയിന്റ് അടിച്ചത്. ഇനി ഒരു മുഖം പെയിന്റ് അടിച്ച് മുഖത്താ വരിക. ഈ മുഖത്തുണ്ടല്ലോ, ഇവിടെയാണ് മുഖത്ത്, ഈ പുറമുള്ളതൊക്കെ പോയിണ്ടാവും, ഈ മുഖത്ത് വരും. അത് 6 × 6 മുഖത്താണ് ഉണ്ടാവുക. n-2² വരിക. 6 × n-2². പിന്നെ ഒരു മുഖം പെയിന്റ് അടിച്ചില്ല, അതിൻ്റെ ഉള്ളിലാണ് വരിക. അത് നമുക്ക് n-2³ വരിക. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഒരു മുഖം പെയിന്റ് അടിച്ച് 3 മുഖം പെയിന്റ് അടിച്ച് 8 ആയിരിക്കും എല്ലാറ്റിലും. 2 മുഖം പെയിന്റ് അടിച്ച് 12 എഡ്ജിലാണ് ഉണ്ടാവുക. 12 × n-2. 3 മുഖം പെയിന്റ് അടിച്ചത് 6 ഫേസിലാണ് ഉണ്ടാവുക. 6 ഫേസിലുണ്ടാവും. അപ്പോൾ n-2². ഇത് ഉള്ളിലാണ് ഉണ്ടാവുക, വോളിയായിട്ട് ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ n-2³. ഇവിടെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ ജനറൽ ആയിട്ടുള്ളതാണ്. ഇക്വേഷൻ ഏതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ മൊത്തം 27ആണ്. ഒരു മുഖം മാത്രം പെയിന്റ് അടിച്ച് വയ്ക്കുന്നത്. ഒരു മുഖം മാത്രം പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരിക. അപ്പോൾ 6 എണ്ണത്തിലാണ് വരിക. അപ്പോൾ 6 × n 3 ആണ്. അപ്പോൾ 3 - 2². അപ്പോൾ 6 × 1 എത്ര വരും? 6 വരും. കുറഞ്ഞത് 3 മുഖങ്ങളിലെങ്കിലും പെയിന്റ് ചെയ്തിട്ടുള്ളത്. 3 മുഖം പെയിന്റ് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ, അത് എല്ലാറ്റിനും എവിടെ വരിക? ഈ കോർണറിലാണ് വരിക. ഈ കോർണറിലാണ് 3 മുഖം പെയിന്റ് അടിച്ച എഡ്ജ് വരിക. അപ്പോൾ 8 എണ്ണമാണ്, 8 കോർണർ ഉണ്ടാവുക. അപ്പോൾ 8 എണ്ണം ഉണ്ടാവും. അത് എല്ലാറ്റിനും 8 എണ്ണം ഉണ്ടാവുക. ഒരു മുഖത്തും പെയിന്റ് ചെയ്യാത്ത സമരക്കട്ട, അത് നമ്മൾ തോല് പൊളിച്ച പോലെ ഉള്ളിൽ പുറത്തെ കവറ് n³ ആണ്. n³ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ക്യൂബ് എന്തായിരിക്കും? n-2³ ആയിരിക്കും. അതിലാണ് ഒരു മുഖത്തും പെയിന്റ് അടിക്കാത്തത് ഉണ്ടാവുക. അപ്പോൾ 3-2³ ദാറ്റ് ഈസ് ഈക്വൽ ടു 1³. അപ്പോൾ ഒരു കട്ട മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും കാണാതെ പഠിച്ച് വെച്ചാലും കുഴപ്പമില്ല. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത് തന്നിട്ടുള്ള ചിത്രത്തിൽ ഒഴിഞ്ഞ ഭാഗം
പൂർത്തിയാക്കാൻ ഉത്തരചിത്രത്തിലെ ഏത് ഇനം ഉപയോഗിക്കാം? ഒഴിഞ്ഞ ഭാഗം പൂർത്തിയാക്കണം. ഇത് 3 ഇത് നമുക്ക് ഏത് ചിത്രം ഉപയോഗിക്കാൻ ചോദിക്കുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിവിടെ 1, 3 ആയതുകൊണ്ട് 2, 6 ആകുന്ന ഈ ഡി എന്നുള്ള ചിത്രം ഉപയോഗിച്ച് പൂർത്തിയാക്കാം. അടുത്തത് 68ാം ചോദ്യമൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് ഇങ്ങോട്ടാണ്, ഇത് നേരെ ഓപ്പോസിറ്റാണ്, ഇത് ഇങ്ങോട്ടാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മൾക്ക് എങ്ങനെ വരയ്ക്കാം? ഇത് വരയ്ക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്വീകരിക്കാം. 69ാം ചോദ്യം നമുക്ക് നോക്കൂ. ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇത് ഇവിടേക്ക് വന്നതായിരുന്നു, അതിങ്ങനെ നേരെ ഇങ്ങോട്ട് മൂവ് ആയിട്ടുണ്ട്, അത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇത് ഇനി ഇങ്ങോട്ട് മൂവ് ആയാൽ മതി. അപ്പോൾ 0 ഇവിടെ വരും, ഈ ട്രയാങ്കിൾ ഇവിടെയും വരും. അപ്പോൾ 0 ട്രയാങ്കിൾ വരുന്നത് നമുക്ക് ഈ ചിത്രമാണ് ഉള്ളത്. ചുവടെയുള്ള ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളുടെ ഉത്തരം കാണുക. ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? ഇത് എണ്ണിയൊക്കാവുന്ന ചോദ്യമുള്ളൂ. ഇവിടെ 1, 2, പിന്നെ ഇത് മൊത്തം 3, അതേമാതിരി 3 ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും 6. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ചിത്രത്തിൽ ഇത്രയും നോക്കുകയാണെങ്കിലും ഇവിടെ എന്തുണ്ടാവും? ഇതിലും 3 ഉള്ള മാതിരി തന്നെ ഇതിലും വലുത് 3 ഉണ്ടാവും. അപ്പോൾ 9 ഉണ്ടാവുക. അപ്പോൾ 9 ഉണ്ടാവും. ഇനി ഇത് കൂടുതൽ വരികയാണെങ്കിൽ നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. 3 വരുന്ന കൂടുതൽ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ 1, 2, 3 ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ, ഇത് മാത്രത്തിൻ്റെ ആൻസർ അറിയാം. 1 + 2 + 3. ഇനി ഇങ്ങോട്ട് എത്ര ഉണ്ട് നോക്കുക, ഇങ്ങോട്ട് എത്ര ഉണ്ട് നോക്കുക. അപ്പോൾ ഇവിടെ 1, 2 ആണ്. അപ്പോൾ 1 + 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇതിൽ മാത്രം പറയുകയാണെങ്കിൽ 3, 2, 5, 1, 6, 6, 3, 18 ഉണ്ടാവും. ഇനി വേണ്ട ഇങ്ങോട്ടൊരു കള്ളിയും കൂടി ഉണ്ട് എഴുതുക, ഇങ്ങോട്ടൊരു കള്ളിയും കൂടി ഉണ്ട് എഴുതുക. അപ്പോൾ +3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 + 2 + 3 × 1 + 2 + 3. അത്രയും ചതുരങ്ങളുണ്ടാവുക. അതായത് 3, 2, 5, 1, 6, 6, 36 ചതുരങ്ങളുണ്ടാവും. ഇത് സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് എണ്ണിയാക്കാം, കുഴപ്പമില്ല. ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ടെന്ന് ചോദ്യം. അടുത്ത് 1, 2, 3, 4, പിന്നെ 1, 5, 6, വലുത് 2 ഉണ്ടാവും. അപ്പോൾ 6 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 72ാം ചോദ്യമല്ലേ. ആദ്യത്തെ 2 ചിത്രങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധം മനസ്സിലാക്കി പോയ ചിത്രം ഏതാണെന്ന് ഉത്തരചിത്രത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ 2 ചിത്രം തമ്മിലൊരു ബന്ധമുണ്ട്, ഏത് ചിത്രമാണ് പോയത് എന്ന് ഉത്തരചിത്രത്തിൽ കണ്ടെത്തുക എന്നുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം, ഉത്തരചിത്രം കാണാം. ഇപ്പോൾ നോക്കൂ, ഈ ആംഗിൾ ഇത് എത്ര റൊട്ടേഷൻ ആണ്? ഇത്രയും റൊട്ടേഷൻ 180 ആണ്. 180 കഴിഞ്ഞിട്ട് ഒരു 45 ഡിഗ്രി കൂടി റൊട്ടേഷൻ വന്നിട്ടുണ്ട്. അതേമാതിരി ഇത് ഇവിടേക്ക് വന്ന് 45 ഡിഗ്രി ഇങ്ങോട്ട് വരും, പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ അതേ സെയിം റൊട്ടേഷനാണ്, 180 + 45 റൊട്ടേഷനാണ്. അപ്പോൾ ഇത് നമുക്കൊരു 180 + 45 റൊട്ടേഷൻ ചെയ്യാം. അപ്പോൾ ഇത് 180 തിരിയുകയാണെങ്കിൽ എന്ത് വരും? ഇത്രയും തിരിയും 180. പിന്നെ 45 കൊണ്ട് തിരിയണം. ഇവിടുന്ന് 45 ഇങ്ങനെ നിൽക്കുന്നതിന് 45 തിരിയാൻ കറക്റ്റ് ഈ പൊസിഷനിലേക്ക് എത്തും, ഈ പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ അത് വരുന്നത് നോക്കിയാൽ മതി. അത് വരുന്ന ചിത്രം ഒന്നുള്ളൂ ഇതിൽ, അത് വെച്ച് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാണ് ആൻസർ, മറ്റൊന്നും നോക്കണമെന്നില്ല. അടുത്ത് ഇത് ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ഇങ്ങോട്ടായി, അതായത് ഈ ആംഗിൾ ഇങ്ങോട്ട് തിരിയാണ് 90 ഡിഗ്രിയിൽ. അപ്പോൾ ഈ ആംഗിൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് 90 ഡിഗ്രി തിരിയണം. അപ്പോൾ നമ്മളുടെ മുകളിലേക്കുള്ള ചിത്രം വരും. ദാറ്റ് ഈസ് എ ആണ് ആൻസർ. 73 നോക്കാം. അതായത് ഈ കോർണർ ഇങ്ങോട്ട് തിരിഞ്ഞു, അപ്പോൾ ഈ കോർണർ ഇങ്ങോട്ട് തിരിയണം. അപ്പോൾ നമുക്ക് ഏത് ആൻസർ ഇട്ട് എ എന്നുള്ള ആൻസർ കിട്ടും. അടുത്തത് 74 നോക്കൂ. നമ്മളുടെ ഈ ട്രയാങ്കിൾ അവിടെ എക്സിസ്റ്റ് ആണ്, മറ്റേ ട്രയാങ്കിൾ ഔട്ടാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിനെ അപ്പോൾ നിർത്താം, ഇത് എക്സിറ്റ് അടിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചിത്രം നോക്കൂ. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, നേരെ താഴേക്ക് നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരിക. അപ്പോൾ സിമ്പിൾ ഫിഗറാണ്, ആണ് ആൻസർ.
ഏത് ചിത്രമാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് ചോദ്യം. ഏത് ചിത്രമാണ് കൂട്ടത്തിൽ പെടാത്തത്? ഇത് ഔട്ടറും ഇന്നറും, ഔട്ടറും ഇന്നറും, ഔട്ടറും ഇന്നറും, ഇത് കൂട്ടത്തിൽ പെടുന്നില്ല. അടുത്ത ചോദ്യം ഏതോ ഒറ്റയാണെന്ന് നോക്കിയത്, കണ്ടിന്യൂസ് പാറ്റേണിൽ ഒറ്റയാണ് ചോദിക്കുന്നത് ഇവിടെ. ഇത് എ ബി സി ഇതൊക്കെ നമുക്ക് പാരലൈൻ പെർപെൻഡിക്കുലർ ലൈനാണ്, പാരലൈൻ പെർപെൻഡിക്കുലർ ലൈനാണ് അങ്ങോട്ട് കിട്ടും. ഇത് കുറച്ച് ഇൻക്ലൈൻ ലൈനാണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ സെയിം പാറ്റേൺ ആയിരിക്കും, നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഫിഗറാണ് എവിടേക്ക് വന്നത്? ഈ കോർണറിലേക്ക് വന്നത്. ഈ ഫിഗർ നോക്കൂ, ഈ കോർണറിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. ഇത് ഇവിടെ വന്നു, ഇത് ഇവിടേക്ക് വന്നു. അപ്പോൾ ഈ ഫിഗർ ഇനി ഇവിടേക്ക് വരണം. ഈ ഫിഗർ ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ വെക്കണം. അവിടെ അങ്ങനെ വെക്കണ ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കൂ, ക്യു എസ് പി. പക്ഷേ എ മാറിയിട്ടുണ്ട്. എ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് എന്തായി മാറി? ബി ആയി. ബി ഇവിടേക്ക് എത്തുമ്പോഴേക്കായി സി ആയി. അപ്പോൾ സി ഇവിടേക്ക് എത്തുമ്പോഴേക്ക് എന്താണ്? ഇവിടെ ഡി വരണം. അപ്പോൾ ഡി വരുന്ന രണ്ട് പിക്ചറുണ്ട് ഡി വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കാം. രണ്ട് പിക്ചർ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു ഇതും കൂടി ചെക്ക് ചെയ്യണം. ഇവിടെ ഉണ്ടായിരുന്ന ക്യൂ എവിടേക്ക് വേണം? ഇവിടേക്ക് വരണം. അപ്പോൾ അതും രണ്ടും കറക്റ്റാണ്. ക്യൂ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പി ഇവിടേക്ക് വരണം, ഇവിടേക്ക് വരണം. അപ്പോൾ പി ഇവിടേക്ക് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഈസ് ഡി. ഇത് സിമ്പിൾ പിക്ചറാണ്. ഒരു വര ഇട്ടിട്ടുണ്ട്, രണ്ട് വര ഇട്ടിട്ടുണ്ട്, മൂന്ന് വര ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് 4 വരട്ട ക്വസ്റ്റ്യനാണ് ആൻസർ. ഇത് നോക്കൂ, നേരത്തെ പറഞ്ഞ സെയിം പാറ്റേൺ ആണ്. നമ്മൾ എലമെൻസ് ഒക്കെ സെയിം ആണ്. എലമെൻസ് ഒക്കെ എന്താണ്? സെയിം ആണ്. ഇത് ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഇവിടേക്ക് വന്നിട്ടുണ്ട്. അത് പിന്നെ ഇവിടേക്ക് എത്തി, ഇവിടെ എത്തിയപ്പോഴേക്ക്. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് അത് ഇവിടേക്ക് എത്തണം. അത് സർക്കിൾ ഇവിടെ വരണം. സർക്കിൾ അവിടെ വരണേ രണ്ടെണ്ണം ഉള്ളൂ. ഈ ലൈന് ഇവിടേക്ക് വരണം. ഈ ലൈന് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ മാത്രമാണ് മാറ്റമുള്ളത്. ഈ ട്രയാങ്കിൾ ഇവിടെ വരണം. ഈ ട്രയാങ്കിൾ ഇവിടെ വരണം. ട്രയാങ്കിൾ ഇവിടെ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ആൻസർ. ഏത് ചിത്രമാണ് പാറ്റേൺ വരേണ്ടത്? പാറ്റേണിൽ വരേണ്ട ചിത്രം കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഏത് ചിത്രമാണ് പാറ്റേൺ വരേണ്ടത് എന്നുള്ളത്. നമുക്ക് ഇങ്ങനെയുള്ള ഇതാണ് ഈ പാറ്റേൺ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടത്. അങ്ങനെയുള്ളത് ഉണ്ട് നോക്കാം. അങ്ങനെയുള്ളതുണ്ട്. ഏതാണ്? സി ആണ്. ഇത് എഴുതരുത്, ഇത് സി ആണ്. അത് രണ്ടും കൺഫ്യൂസ്ഡ് ആവരുത്. 89. ഇതിലെ പാറ്റേൺ കംപ്ലീറ്റ് ആക്കേണ്ട ഏതാണ് ചോദ്യം? ഇതിലെ പാറ്റേൺ കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് വരയ്ക്കേണ്ടത് ഇതാണ്. അപ്പോൾ ആ ഫിഗർ ഏതാണ്? ഇതാണ്. ചിത്രം ഏത് ചിത്രത്തിലാണ് ഉൾക്കൊള്ളിച്ചത്? ഈ ഫിഗർ ഇതിൽ എവിടെ കാണാനുള്ളതെന്നാണ്. ഈ ഫിഗർ ഇവിടെ കാണാം. ശരിക്കും അനലൈസ് ചെയ്താൽ നമുക്ക് ആ ഫിഗർ എവിടെ കാണാം? ഇവിടെ കാണാം. അതേ ഫിഗർ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആൻസർ.